Assalamualaikum. Hope you guys are doing good and great. So കുറേ കാലത്തിന് ശേഷമാണ് ഞാനൊരു വ്ളോഗായിട്ട് വരുന്നത്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും എൻ്റെ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ പ്രൈവറ്റ് ആണ്, ഒന്നും ഇല്ല. ഇപ്പോൾ ഇന്നെൻ്റെ ഗ്രാജുവേഷൻ ഡേ ആണ്. അപ്പോൾ എൻഡിങ്ങിലാണ് ഞാനിതിൻ്റെ ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഗ്രാജുവേഷൻ അടിപൊളിയാക്കി തന്നത് ഞങ്ങൾ. അപ്പോൾ കുറേ പേർക്ക് വരാൻ പറ്റിയില്ല. ആസ് എല്ലാവർക്കും അറിയാം, നമ്മൾ UK വർക്കും കാര്യങ്ങളൊക്കെ പലർക്കും പല പല ഷെഡ്യൂളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതേ നമ്മൾ ബുക്ക് ചെയ്യണം. ഞാനങ്ങനെ എന്താ പറയുക, എനിക്ക് മനസ്സിലാകും. അതുകൊണ്ട് പിന്നെ എല്ലാവരും അങ്ങനെ ബുദ്ധിമുട്ടിപ്പിച്ചില്ല. കുറേ കാലത്ത് ശേഷം ബ്ലോഗ് എടുക്കുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. സോ വലിച്ചു നീട്ടുന്നില്ല. ഇതുവരെ ചാനൽ കാണാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു മൈ ഗ്രാജുവേഷൻ. ഷിഫാന അങ്ങനെ അഭിനയിക്കുകയാണ്. ഈമാന്റെ നിറകുടം അങ്ങോട്ട് വാ. ഇതെന്താ സോ ഇനി മാറ്റാൻ തുടങ്ങാൻ പോവാണ്. അതാഞ്ഞില്ല, നമ്മൾ മാറ്റാൻ തുടങ്ങാൻ പോവാണേ. ആഫ്റ്റർ കുറച്ച് നേരം ആരോ അത് അനില സാറാ മാറ്റിയപ്പോൾ യൂട്യൂബ് എടുത്ത് വരും ഗൈസ്. എല്ലാവരും നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എടാ എന്റെ വാസ്തുവിന്റെ ഇടയിലും കാണുന്നുണ്ടോ? ഓക്കെ മതി. സോ ഓൾ സെറ്റ്. നമ്മളിതാ ഇറങ്ങാൻ പോവാണ്. അപ്പൊ നമ്മളങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി സെറ്റായി. ഇപ്പൊ ഗ്രാജുവേഷന് പോവാൻ നിൽക്കുകയാണ്. എൻ്റെ അനിലമ്മ അങ്ങ് വാ. ആരൊക്കെ നോക്കിയേ, സാരി കൊടുത്ത് രണ്ട് ഓപ്പോസിറ്റ് വെസ്റ്റേണും നാടനും. നമ്മളെന്തായാലും നമ്മളെ ഗ്രാജുവേഷന് പോകണം. ഒത്തിരി കാലമായി വ്ളോഗ് എടുത്തിട്ട്, അപ്പോൾ അതിൻ്റെ കുറേ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ക്ഷമിക്കുക. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് എന്തായാലും നമ്മളെ സ്ഥലത്തേക്ക് പോവാം. നമുക്കിന്ന് ഇവിടെ ഒരു സ്ഥലം മറന്നു, താഴെ പറഞ്ഞൊരു സ്ഥലം, ഏതോ ഒരു എവിടെ സ്ഥലം. 3 മണിക്കല്ലേ ഗ്രാജുവേഷൻ? 2 മണിയായി. വേഗം പോവാം. അപ്പോൾ എൻ്റെ ഗ്രാജുവേഷൻ്റെ ഫംഗ്ഷന് നമ്മളുടെ റോയൽ ഫെസ്റ്റിവൽ ഹാളിൽ വെച്ചിട്ടാണ്. സെൻട്രൽ ലണ്ടനിലാണ്. അപ്പോൾ നമ്മൾ കോളേജിൽ വെച്ചിട്ടല്ല. എനിക്കറിയില്ല എന്തുകൊണ്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സീനിയേഴ്സിന് കോളേജിൽ വെച്ചിട്ടല്ലായിരുന്നു. വലിയ ഹാളിൽ വേണ്ടിട്ടാണ്. ആ ഓക്കെ ഓക്കെ താങ്ക്സ്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. ഇപ്പോൾ ഓൾറെഡി സമയം 2 മണി ആയിട്ടുണ്ട്. അവിടെ 3 മണിക്കാണ് ഗ്രാജുവേഷൻ. എന്തെങ്കിലും ഓവറാക്കണല്ലേ? എല്ലാവർക്കും അറിയാം, ഓവറാക്കണം നമ്മൾ ശരിക്കും അല്ലേ? എന്റെ ഗ്രാജുവേഷൻ എന്തായാലും താഴെ കമന്റ് ഉണ്ടാവും, പോയി ചത്തൂടെ. എന്റെ ബ്ലോഗ്സ് കണ്ടവർക്ക് അറിയുണ്ടാവും. റൊഹാംപ്ടൺ യൂണിവേഴ്സിറ്റിയാണ്. നമ്മൾ ന്യൂബറി പാർക്ക് സ്റ്റേഷനിൽ ഇവിടുന്ന് കയറാൻ പോവാണ്. ഇവിടുന്ന് കയറി ഐ തിങ്ക് നമുക്ക് ജൂബിലി ലൈൻ കയറണം. അങ്ങനെ പോണത്. ഓൾറെഡി ലേറ്റ് ആണ്, അറിയില്ല. ഐ തിങ്ക് കറക്റ്റ് ടൈമിന് എത്തും. ഞാൻ എന്തായാലും എത്തും. ഇല്ല അനില, ശരി നസ്ലവിലേക്ക് ഷിഫാനെ കല്യാണം നോക്കുന്നുണ്ട്. ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങൾ വൈക്കന്ന് ആൾക്കാരെ കണ്ടുകൂട്ടി. തത്തനെ കൂടെ പോരണോ? പോരണോ അമ്മിക്ക്? ഞാൻ നിങ്ങളെ ഷാളിട്ട്
കാർഡ് ടാപ്പ് ചെയ്യാണ്ട് വന്നിട്ട് കള്ളം പറഞ്ഞിട്ടോ. അല്ല, ഞാൻ എന്റെ ഓയിസ്റ്റർ കാർഡ് കാണാതായി. അത് 2 ദിവസമായി കാണാതെ. അല്ല, ഇപ്പൊ കാണാതായതാ. ഷിഫാൻ തസ്നി ടാപ്പ് ചെയ്യാണ്ട് വന്നത്. എനിക്ക് പേടിക്കാനൊന്നുമില്ല. ഞാൻ പോകുമ്പോ ഇവരൊക്കെ ഉണ്ടാവും. ആരും ടാപ്പ് ചെയ്തില്ല. നാളെ തീയപ്പള്ളി വ്ളോഗൊക്കെ വൈറലാവുക. ഷിഫാന ഇതേപോലെ ഇനി പാടാനിരിക്കും. എനിക്ക് പാടാനൊക്കെ വെക്കും. പക്ഷെ ആർക്കും വേണ്ട. അല്ല, സാരി പോയോ? ഹീൽസ് വെച്ച് നടക്കാനും പറ്റുന്നില്ല. ഇപ്പൊ നടയണം. ആ ചേട്ടന്റെ ലഗേജ് ഫ്രണ്ടിലോട്ടാണ്, ചേട്ടൻ ബാക്കിൽ. വെറുതെ ഓടി. ചെക്കനില്ലയോ നമുക്ക് മാറാ. ശിവാന ടാപ്പ് ചെയ്തില്ല, കണ്ടോർക്ക് എനിക്കൊരു പേടിയില്ല. കാരണം എന്താ വെച്ചാൽ ഇവരാരും ടാപ്പ് ചെയ്തിട്ടില്ല. ഞങ്ങൾ ടാപ്പ് ചെയ്തേക്കണം. ഞാൻ പോകുമ്പോ ഇവരൊക്കെ ഞാൻ കൊണ്ടുപോകും. ഞങ്ങളറിയില്ല. എന്റെ എനിക്ക് പിന്നെ അഭിനയിക്കാറിയാം. ഞാനൊരു കാര്യം. അപ്പൊ ഞങ്ങള് കേറി. അപ്പൊ നമ്മളിപ്പോ അങ്ങനെ നടന്നോണ്ടിരിക്കുകയാണ്. പോണ വൈക്കിന്റെ അത് ഹാപ്പി പൂക്കള് പൂക്കളടിക്കുക അല്ലേ? അപ്പൊ പോണ വൈക്കിന്റെ ഹാപ്പി ആക്കിയൊരു കാര്യമുണ്ട്. ഒരു ലേഡി ലൈക്ക് സച്ച് എ ലവ്ലി. എന്നെ കണ്ടപ്പോ പറഞ്ഞു. അപ്പൊ എന്നെ നിർത്തിയിട്ട് എന്നോട് പറഞ്ഞു. എന്നെയാണ് പറഞ്ഞത്, പക്ഷെ എനിക്കറിയില്ല. ഓള് പറഞ്ഞു ഓളെ നോക്കിയത്. ഫംഗ്ഷൻ നടക്കുന്നതിൻ്റെ അവിടെ പുറത്തായിട്ട് ഫ്ലവേഴ്സ് എല്ലാം സെയിൽ ചെയ്യുന്നത് കണ്ടു. ജസ്റ്റ് ഫ്ലവേഴ്സിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചു. പക്ഷേ കുറച്ച് എക്സ്പെൻസീവായിട്ട് ഫീൽ ചെയ്തു. അതേപോലെ തന്നെ പുറത്ത് ഒത്തിരി ഫുഡ് സ്റ്റോൾസും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. ഇവിടെ കുറച്ച് ഫുഡ് സ്റ്റോളൊക്കെ കാണാനുണ്ട് ഗ്രാജുവേഷൻ പ്രമാണിച്ച്. സോ നമ്മൾ ഓൾമോസ്റ്റ് എത്താറായി റോയൽ ഫെസ്റ്റിവൽ ഹാളിൽ. ലിൻസൺ സ്റ്റെപ്പ് കയറി മേലേക്ക് എത്തിയോ? ഇല്ല ഇല്ല, ചാർജ് ഇല്ല. 2% ഞാനിപ്പോ ഗൈസ്, ഇത് എൻ്റെ കൂടെ പഠിച്ച ക്ലാസ്മേറ്റ് ആണ്. എൻ്റെ എല്ലാമായ ലിൻസൺ. സി ടൈപ്പ് അല്ലത്, മണ്ടനാണ്. ഐഫോണിന്റെ കേബിൾ എടുക്കാൻ കണ്ടാ അറിയില്ല. ഇവനൊക്കെ ആരവിടെ ഗ്രാജുവേഷന് കൊണ്ടുവന്നത്. അതെ, ബിൽഡിങ്ങിൻ്റെ അകത്തായിട്ട് നമ്മളുടെ കോളേജിൻ്റെ തന്നെ ഹുഡീസും ബാഗും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ സെയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ താഴെ പോയി, കാരണം ഗ്രാജുവേഷൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് താഴെ പോയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണമായിരുന്നു. എന്നിട്ട് അവിടെ നമുക്ക് സ്ലോട്ട് തന്നിട്ട് അവരുടെ തന്നെ മെമ്പേഴ്സ് നമുക്ക് ഡ്രസ്സ് ചെയ്ത് തരുമായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഹോളിലേക്ക് കയറുന്നു.
Send them back. നമ്മൾ അങ്ങനെ അവിടെ പോയി കഴിച്ചു കൊണ്ടു. Be like running water to generosity. Be like the earth to modesty. Appear as you are and be as you appear. Thank you. Turn around, face your family and friends or the camera if they're watching live on YouTube, and thank them in the usual manner. Up you get. അങ്ങനെ ശ്രുതിയുടെ ഗ്രാജുവേഷനും കഴിഞ്ഞത്. പാവം ഞാൻ ജ്യൂസ് എടുത്ത് കുടിക്കുന്ന എന്നെ ഇവര് ഇവള് 2 വൈകിട്ട് ക്ലാസ് എടുത്ത് ഫോട്ടോ എടുക്കുന്നതൊക്കെ ഹറാം ഹറാം. അല്ലാതെന്താ നല്ല പോറുണ്ട്. കുടിച്ചോ കണ്ടിട്ടില്ലേ ഗ്രാജുവേഷൻ? നീ എനിക്ക് വേണ്ടി കുടിക്കും, നീ എനിക്ക് വേണ്ടി കുടിക്കും. ഞാൻ നിനക്ക് വേണ്ടി ഷാമ്പയിനും വൈനൊക്കെ എടുത്തിരുന്നു. ഇവര് ഐസ്ക്രീം മോഷ്ടിക്കാൻ നിൽക്കാണ്. ഐസ്ക്രീം മോഷ്ടിക്കാനല്ല, ഐസ്ക്രീം എടുക്കാനായിരുന്നു. പക്ഷെ അങ്ങനെ ഗ്രാജുവേറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇവർ 2 ആളും ഉള്ളിൽ കയറ്റി. പക്ഷേ ഇവൾക്ക് MD എന്താന്ന് എപ്പോഴും അറിയില്ല. എന്നൊക്കെ പറയണേ. പക്ഷേ എനിക്കറിയാം ജനറൽ MBA ആണ് എടുത്തിട്ടുള്ളത്. ജനറലായിട്ട് വരുമ്പോൾ ഒരാൾക്ക് ഇല്ല. അപ്പോൾ നമ്മുടെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ നമുക്ക് എന്താ പറയുക ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ കിട്ടി. എനിക്ക് വേണ്ടി എൻ്റെ അനിലമ്മ ഷാമ്പെയിനൊക്കെ കുടിച്ചിട്ട് എനിക്ക് വേണ്ടി. അപ്പോൾ നമ്മളിങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോവുകയാണ്. നേരത്തെ ഇവരെ എന്നെ മാറ്റിക്കുന്നത് ഒന്നും എടുക്കാനൊന്നും ഇവർ വന്നില്ല. കാരണം ഞങ്ങൾ ചെറുതായി ഒന്ന് ഇവരല്ലെങ്കിൽ ഇവരെന്തിനെ കൊണ്ടുവന്നില്ല. എൻ്റെ ഗ്രാജുവേഷൻ്റെ ഉള്ളിലടക്കം അവർ കയറിയില്ല. നമ്മൾ താഴെ പോയി. ഈ സാധനം എടുത്തു തരേണ്ടത് ഈ കുട്ടിയുടെ ചുമതലയാണ്. ടിക്കറ്റ് 45-50 പൗണ്ട്. അവരത്രയും ഇഷ്ടപ്പെടുന്ന കാശ് കൊടുത്താണ്. അതെ ഇന്നുണ്ടാവല്ലോ. വാ ഞാൻ കൊടുക്കാം നിങ്ങളുടെ പൈസ. വാ നിങ്ങൾ പൈസ കൊടുക്കുന്നത് കണ്ടില്ലേ? പക്ഷെ കുഴപ്പമില്ല, നല്ല രസമായിരുന്നു. ഐ തിങ്ക് ഗ്രാജുവേഷൻ ഉണ്ടായിട്ടില്ല. ഒരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ചെയ്തു. കാരണം നമ്മൾ നാട്ടിലത്തെ പോലത്തെ ഗ്രാജുവേഷൻ ആയില്ല. അങ്ങനെ ഗ്രാജുവേഷൻ ഉണ്ടായിരുന്നു മഹാരാഷ്ട്രയിൽ. ഇല്ല സോറി, മഹാരാഷ്ട്ര ഗ്രാജുവേഷൻ ഉണ്ടായിട്ടില്ല. അതിന് ഉണ്ടായിട്ടില്ല. അതെനിക്ക് ഓർമ്മയില്ല. എന്തെങ്കിലും ഒരു ഗ്രാജുവേഷൻ ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മൾ സൗദിയിലായ സമയത്ത് കുറച്ച് എന്തൊക്കെയോ ചെറിയ കുട്ടികളുടെ ഡ്രസ്സൊക്കെ വെച്ചിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ സെറ്റായിരുന്നു. ഇഷ്ടമായി. നമ്മളെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ. എന്റെ ഗ്രാജുവേഷൻ എന്ത് ഗ്രാജുവേഷനാണ് ഒന്നുമില്ല, തീറ്റിക്കൂല്ല. ഞാൻ തന്നെ പറയട്ടെ കാര്യം
എടാ പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. എടാ ഇത് നമുക്കിന്ന് പോണ്ടേ? യൂ എന്റെ ഒരു കയ്യ ഫോട്ടോ കിട്ടാത്തതിന്റെ സങ്കടത്തിൽ സങ്കടം തന്നെ. ഇവർക്കൊന്ന് ഫോട്ടോ എടുക്കാനല്ല, ഫോട്ടോഗ്രാഫേഴ്സിന് ഹയർ ചെയ്താൽ മതി. എല്ലാം ഡിലീറ്റ് അടിച്ചല്ലോ. നമ്മളെ ഫോണിൽ എടുത്ത് നോക്കാം. I turn on my mobile data off so my battery lasts. So. എൻ്റെ പിക്ചേഴ്സ് അനിലയും ഷിഫാനൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു ലേഡി സൈഡിൽ നിന്ന് എൻ്റെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. സോ ഐ വാസ് ലൈക്ക് എനിക്ക് ആ ഫോട്ടോ ഒന്ന് കാണിച്ചു തരുമോ, എനിക്ക് സെൻഡ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് നല്ല ഫോട്ടോസ് അപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുവരെ. അപ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കാണിച്ചു തന്നു. പിന്നെ അവർ ഫോട്ടോ വീണ്ടും എൻ്റെ അടുത്ത് എടുത്തു തന്നുണ്ടായി. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. My name is Risley. സോ നമ്മളുടെ ഗ്രാജുവേഷൻ വ്ലോഗ് കഴിഞ്ഞിരിക്കുന്നു. ഐ ഹാഡ് എ വണ്ടർഫുൾ ഡേ അല്ലേ? ഇവരാണ് കുറച്ച് പോസ്റ്റ് ആയി, പക്ഷേ ഇറ്റ് വാസ് ഫൈൻ അല്ലേ? അങ്ങനല്ല, നിങ്ങൾ വന്നപാട് കുറച്ച് പോസ്റ്റ് ആയില്ലേ? അവര് പോസ്റ്റ് ആയില്ല. അപ്പൊ ആരും പോസ്റ്റ് ആയി. അപ്പൊ ആരും പോസ്റ്റ് ആയിട്ടില്ലല്ലോ. അപ്പൊ ഓക്കെ, അപ്പൊ ആരും പോസ്റ്റ് ആയിട്ടില്ല. ഇറ്റ് വാസ് നൈസ്. ബട്ട് എന്താ പറയാ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരാളെ തെറ്റിപ്പോയതാണ് ഗ്രാജുവേഷൻ. ഞാൻ തെറ്റിപ്പോയി. എന്റെ കോട്ട് തരാൻ ആളില്ല. എനിക്ക് ഫോട്ടോ എടുത്താരോ അല്ലെങ്കിൽ എന്നെ കോട്ട് ഇട്ടിരുന്ന ഒരു വീഡിയോ എടുക്കാനൊന്നും ഇവരില്ല. ഇവരെ രണ്ടാളും വിശ്വസിച്ചാണ് ഞാൻ വന്നത്. പക്ഷെ ഇവർ രണ്ടാളും കാണാനില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? അപ്പോ എന്താ പറയാ, നിങ്ങൾ കാത്തുക്കണമെന്നോ? ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണ് തട്ടിയിട്ടുള്ളൂ. അപ്പൊ ഇവരെ കാണാനില്ല. അപ്പോൾ വാട്ട് എവർ, ഐ ഹാഡ് എ വണ്ടർഫുൾ ഡേ. എന്താ പറയുക, നല്ല രസമായിരുന്നു ഇന്ന്. പക്ഷെ വിശക്കുണ്ട് കേട്ടോ അല്ലേ? നല്ല വിശക്കില്ലേ? ലെറ്റുമില്ല. ലെറ്റോ ഇത് നേരെ വീട്ടിൽ പോയി നല്ല ബിരിയാണി നമ്മൾ ഉണ്ടാക്കും. അപ്പോൾ എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒത്തിരി കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഷിഫാനെ കല്യാണം നോക്കുന്നുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. 23 വയസ്സ്. ഓക്കെ, കല്യാണക്കാരൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നില്ല. ഒത്തിരി കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ക്യാപ്ചർ ചെയ്തു ഓരോ മൊമെന്റ്സും കാര്യങ്ങളൊക്കെ. പക്ഷെ നല്ല രസമായിരുന്നു, ഫണ്ണായിരുന്നു. ഇവരും കൂടെ വന്നപ്പോൾ കുറച്ചും കൂടെ കളറായി, നല്ല രസമായിരുന്നു. ഓക്കെ, ഷിഫാനെ കാണാനല്ലേ ഗൈസ്? ഷിഫാനെ പോയി. അപ്പോൾ അത്രേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഒരു അടിപൊളി വ്ളോഗുമായിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ. ഹീൽസ് ഒത്തിരി നേരം ഇട്ടുകൊണ്ട് കാല് ഭയങ്കര വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഹീൽസ് എല്ലാം അഴിച്ചാണ് പിന്നെ നടന്നത് മൊത്തം.